എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മഞ്ജു ജിൻസി വർഗീസ്. ഞാൻ ICR കൃഷി വിജ്ഞാന കേന്ദ്രം ശാന്തൻപാറയിൽ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് സോയിൽ സയൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ രാജക്കാട് NRCTയിലാണ് ഒരു കർഷകന്റെ തോട്ടത്തിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഏലം കർഷകർക്ക് നമ്മൾ IISR അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിന്റെ കാഡമം സ്പെഷ്യലിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് വികസിപ്പിച്ചെടുത്താണ് IISR കാഡമം സ്പെഷ്യൽ. ഈ കാഡമം സ്പെഷ്യലിന് അടങ്ങിയിട്ടിരിക്കുന്നത് പൊട്ടാഷ്യം, മഗ്നീഷ്യം, സിങ്ക്, ബോറോൺ. എല്ലാവർക്കും അറിയാം, ഇടുക്കി ജില്ലയിലെ മണ്ണ് പൊതുവെ അമ്ലത്വ സ്വഭാവമുള്ള മണ്ണാണ്. അമ്ലത്വ സ്വഭാവമുള്ള മണ്ണിൽ പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, സിങ്ക്, ബോറോൺ എന്നിവ ഈ മൂലകങ്ങളാണ് കുറവായിട്ട് കാണുന്നത്. അതിന്റെ അഭാവമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും പൊട്ടാഷ്യത്തിന്റെ അഭാവം വരുന്നത് മൂത്ത ഇലകളിൽ അരികിൽ നിന്ന് മഞ്ഞിച്ചു വന്നിട്ട് കരിഞ്ഞു പോവുക, അതാണ് പൊട്ടാഷ്യത്തിന്റെ അഭാവം. അപ്പൊ കൃഷിക്കാർ തിരിച്ചറിയാൻ അവർക്ക് അത് പറ്റത്തില്ല. കാരണം അതിന്റെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കാണിക്കുന്ന എങ്ങനെയാണ്, ആ ലക്ഷണങ്ങൾ കാണുമ്പോൾ അവർക്കത് മനസ്സിലാവില്ല. അപ്പം പൊട്ടാഷ്യമാണ് ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശേഷി ചെടിക്ക് നൽകാനും അതേപോലെ കാ പിടിക്കാനും പൂക്കളിടാനും സഹായിക്കുന്ന ഒരു മൂലകമാണ് പൊട്ടാഷ്യം. ഇത് കൂടാതെ മഗ്നീഷ്യം, ഇത് ഇലകളില് ഇട കലർന്ന മഞ്ഞ നിറമായിട്ട്, അതായത് ഞരമ്പുകളെല്ലാം പച്ചയായിട്ടിരിക്കും, ഇട കലർന്ന മഞ്ഞ നിറം. അപ്പൊ ഈ സൂക്ഷ്മ മൂലകങ്ങളിൽ സിങ്ക്, ബോറോൺ ഈ രണ്ട് മൂലകങ്ങളാണ് മണ്ണിൽ അഭാവമായിട്ട് കാണപ്പെടുന്നത്, അതായത് കുറവായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ സൂക്ഷ്മ മൂലകങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വിളകൾ, അതായത് നമ്മുടെ ക്വാളിറ്റി, പ്രൊഡ്യൂസിന്റെ ക്വാളിറ്റി, അതിന്റെ കളർ ഒക്കെ നിലനിർത്താൻ വേണ്ടി ബോറോൺ പോലത്തെ സൂക്ഷ്മ മൂലകങ്ങൾ അത്യാവശ്യമാണ്. ഇത് കൂടാതെ സിങ്ക്, നമ്മുടെ ഇടുക്കിയിലെ കർഷകർ പറയാറുണ്ട് കുർണാമ്പ് കാണുന്നു, അതായത് മേളിലത്തെ ഇല, ഏലത്തിന്റെ മേളിലത്തെ തളിരില ലിറ്റിൽ ലീഫായിട്ട് ചെറുതായിട്ട് നിൽക്കുന്നതാണ്, അത് കുർണാമ്പ് എന്ന് പറയും കൃഷിക്കാര്. അത് ശരിക്കും പറഞ്ഞാൽ സിങ്ക് ഡെഫിഷ്യൻസിയാണ്. ഈ സിങ്ക് ഡെഫിഷ്യൻസി പ്രൈമറി സിംറ്റം ആയിട്ട് വന്നിട്ട് അതിനുശേഷം വേരില് നെമാവിരകൾ കാണാം, നെമറ്റോഡ്. ഇത് കൂടാതെ ഫ്രിസേറിയത്തിന്റെ സിംറ്റം കാണാം. ഇതൊക്കെ സെക്കൻഡറി ആണ്. അപ്പൊ ഫസ്റ്റ് സിങ്കിന്റെ ഒരു അഭാവമാണ് നമ്മുടെ മണ്ണിൽ കാണപ്പെടുന്നത്. ഈ എല്ലാ അഭാവവും പരിഹരിക്കാനായിട്ട് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത കാഡമം സ്പെഷ്യൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അതായത് 1 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഫോളിയർ സ്പ്രേ ഇലയിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് തളിച്ചു കൊടുക്കേണ്ട സമയം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഈ ഒരു സമയത്ത് 2 തവണയോ 3 തവണയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും വേറെ മരുന്നിന്റെ കൂടെയോ കീടനാശിനി അല്ലെങ്കിൽ കുമിൾനാശിനിയുടെ കൂടെയോ മിക്സ് ചെയ്യാൻ പാടില്ല. ഇത് കൂടാതെ നല്ല ശക്തിയായി മഴ പെയ്യുന്ന സമയത്ത്, അത് കൃഷിക്കാർക്ക് എല്ലാവർക്കും അറിയാം, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പ്രേ ചെയ്താൽ ഇത് വേസ്റ്റ് ആയിപ്പോകും. ഈ 2 കാര്യം ശ്രദ്ധിക്കണം. ഇത് സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ 10 to 15% ഈൽഡ് ഇൻക്രീസ് ആവും. അതാണ് അതിന്റെ അത് യൂസ് ചെയ്ത കർഷകര് അതിന്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. കാരണം അതിന് നല്ല വ്യത്യാസം കാണാനുണ്ട്. ഡെഫിഷ്യൻസി സിംറ്റംസ്, അതായത് ഈ മൂലകങ്ങളുടെ അഭാവം എല്ലാം മാറി ഇലകളെല്ലാം നല്ല പച്ചിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കർഷകർ ഇത് യൂസ് ചെയ്തു. ഇടുക്കി ജില്ലയിൽ 2000-ഓളം കർഷകർ ഇത് യൂസ് ചെയ്ത് കൂടുതൽ ഏരിയയിലേക്ക് ഞങ്ങൾ ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് പല ഭാഗങ്ങളിലും നമ്മൾ ഈ ഡെമോൺസ്ട്രേഷൻസ് നടത്തുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ കൃഷി വിജ്ഞാന കേന്ദ്രം, അതായത് KVK ശാന്തൻപാറ, ഇവിടെയാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇത് കിട്ടുന്നത് 1 കിലോ പാക്കറ്റ് ആണ്. 1 കിലോ പാക്കറ്റിന് 200 രൂപയാണ് വില. എപ്പോൾ KVKയിൽ വിളിച്ചാല് ഇതിന്റെ അവൈലബിലിറ്റി ഇതുണ്ട്, എപ്പോഴും സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമുക്ക് KVK വന്ന് മേടിക്കാവുന്നതാണ്.